أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 214 വചനമാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: മനുഷ്യർ ഒരൊറ്റ സമുദായമായിരുന്നു, പിന്നീട് അവർ വ്യത്യസ്ത ചേരികളായി പിരിഞ്ഞു. അപ്പോൾ സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. മനുഷ്യർക്കിടയിൽ ഭിന്നഭിപ്രായമുള്ള കാര്യങ്ങളിൽ താൻ വിധി കൽപ്പിക്കുന്നതിനായി സത്യം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം അവരോടൊപ്പം അവൻ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയ ശേഷം അവരുടെ അന്യോന്യ സ്പർദ്ധ നിമിത്തം അതു നൽകപ്പെട്ടവരല്ലാതെ അതിൽ, അതായത് വേദഗ്രന്ഥത്തിൻ്റെ കാര്യത്തിൽ ഭിന്നിച്ചിട്ടില്ല. അങ്ങനെ ഏതൊരു സത്യത്തിൽ അവർ ഭിന്നിച്ചുവോ അതിലേക്ക് അള്ളാഹു തൻ്റെ കൽപ്പന പ്രകാരം വിശ്വസിച്ചവരെ നയിച്ചു. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീറായിരുന്നു വിശദീകരിച്ചു കൊണ്ടിരുന്നത്. തുടർന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു തഫ്സീറെ കബീറിൽ പറയുന്നു, അള്ളാഹു ഈ ആയത്തിൽ പറയുന്നു വ അൻസല മഅഹുമുൽ കിതാബ, അതായത് അള്ളാഹു അവരോടൊപ്പം സത്യം ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥം അവതരിപ്പിച്ചു എന്ന ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇവിടെ അള്ളാഹു അൽ കുത്തുബ് അഥവാ വേദഗ്രന്ഥങ്ങൾ എന്നല്ല പറഞ്ഞത്, മറിച്ച് അൽ കിതാബ് വേദഗ്രന്ഥമെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് എല്ലാ പ്രവാചകന്മാർക്കും പുതിയതോ പഴയതോ ആയ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം അനിവാര്യമാണെന്നാണ്. അല്ലാതെ ഓരോ പ്രവാചകനും പ്രത്യേകം വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടു എന്നല്ല. ഇതിന് ചരിത്രപരമായ തെളിവുകളില്ല എന്ന് മാത്രമല്ല, ഖുർആനിലെ ഒരു വചനവും ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നതുമില്ല. യഥാർത്ഥത്തിൽ ഈ വചനത്തിൽ വ്യക്തമാകുന്നത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം ലോകത്ത് നിലനിർത്തുക എന്ന ദൗത്യവുമായാണ് അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ മറ്റൊരിടത്ത് ഇപ്രകാരം പറയുന്നു: മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം തുടർച്ചയായി പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു. എന്നാൽ അവരുടെ ദൗത്യം തൗറാത്തിനെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ നിയമങ്ങൾ ജനങ്ങളെ കൊണ്ട് പാലിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. അതിനാൽ ഓരോ പ്രവാചകനും നിർബന്ധമായും പുതിയൊരു ഗ്രന്ഥവുമായാണ് വരുന്നത് എന്ന വിശ്വാസം ഖുർആന് വിരുദ്ധമാണെന്ന് മാത്രമല്ല, പ്രവാചകന്മാരുടെ ദീർഘമായ ചരിത്രം തന്നെ ഈ തെറ്റായ വിശ്വാസത്തെ തള്ളിക്കളയുന്നു. ഇവിടെ ലിഹക്കുമാ ബൈനൻ നാസി ഫീ മഖ്തലഫു ഫീഹി, അതായത് ജനങ്ങൾ ഭിന്നിച്ച കാര്യങ്ങളിൽ അവർക്കിടയിൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി. ഈ ഭാഗത്ത് ലിഹക്കുമ, അതായത് വിധി കൽപ്പിക്കാൻ എന്നതിലെ സർവനാമം അള്ളാഹുവിനെയും പ്രവാചകനെയും അതുപോലെ വേദഗ്രന്ഥത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതായത് ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ അള്ളാഹു വിധി കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രവാചകൻ വിധി കൽപ്പിക്കുന്നു, അതുമല്ലെങ്കിൽ വേദഗ്രന്ഥം വിധി കൽപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ വരവിന് മുമ്പ് തന്നെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുകൾ നിലനിന്നിരുന്നു. ആ ഭിന്നിപ്പുകളെ അള്ളാഹുവോ അവൻ്റെ പ്രവാചകനോ അല്ലെങ്കിൽ വേദഗ്രന്ഥമോ വന്ന് ദൂരീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയ ശേഷമല്ലാതെ അവർ അതിൽ നിന്ന് ഭിന്നിച്ചിട്ടില്ല. ഈ ഭാഗത്ത് ഭിന്നിപ്പ് പിന്നീടുണ്ടായതാണെന്നും അതിനു മുമ്പ് ഭിന്നിപ്പുകൾ ഉണ്ടായിരുന്നില്ലെന്നും ഒരു സംശയം തോന്നാം. എന്നാൽ ഇത് ശരിയല്ല. കാരണം വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ ആയത്തിൽ 2 തരം ഭിന്നിപ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പ്രവാചകന്മാരുടെ വരവിന് മുമ്പുള്ളത്, 2 അവരുടെ വരവിന് ശേഷമുള്ളത്. മനുഷ്യർ ഒരൊറ്റ സമുദായമായിരുന്നു എന്ന് പറയുന്നിടത്ത് ആദ്യത്തെ ഭിന്നിപ്പിനെക്കുറിച്ച് സൂചനയുണ്ട്. എന്നാൽ പ്രവാചകന്മാർ വരികയും വ്യക്തമായ തെളിവുകൾ നൽകുകയും ചെയ്തപ്പോൾ
സത്യത്തോടുള്ള എതിർപ്പ് കാരണം രണ്ടാമത്തെ ഭിന്നിപ്പുണ്ടായി. പ്രവാചകന്മാരുടെ ദൗത്യം ഭിന്നിപ്പുകൾ മാറ്റാനാണെങ്കിൽ അവരുടെ വരവോടെ പുതിയ ഭിന്നിപ്പുകൾ ഉണ്ടായത് എങ്ങനെയെന്ന ചോദ്യത്തിന് അള്ളാഹുവിടെ മറുപടി നൽകുന്നു. ഈ രണ്ട് ഭിന്നിപ്പുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഭിന്നിപ്പ് ഒരു രോഗിക്ക് മരുന്ന് ലഭിക്കാത്ത അവസ്ഥ പോലെയായിരുന്നു. അത് അനിവാര്യമായ ഒന്നായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഭിന്നിപ്പ് മരുന്ന് ലഭിച്ചിട്ടും അത് കഴിക്കാൻ കൂട്ടാക്കാത്ത അവസ്ഥ പോലെയാണ്. ചുരുക്കത്തിൽ ആദ്യത്തെ ഭിന്നിപ്പ് നാശത്തിന് കാരണമായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഭിന്നിപ്പ് സത്യം വെളിപ്പെട്ട ശേഷമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നേർവഴി കണ്ടെത്താനുള്ള പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ആരെങ്കിലും ഭിന്നിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം വാശി കാരണമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ മറുപടിയായിട്ട് പറയുന്നത് ഇല്ലല്ലസീന ഊതുഹു, അതായത് വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് എന്ന ഭാഗത്ത് നമ്മൾ, അതായത് അള്ളാഹു അയച്ച ആ അധ്യാപനത്തോട് ഭിന്നിക്കുന്നത് ആ ഗ്രന്ഥമോ പ്രവാചകനോ എവിടെയാണ് വന്നത് ആ ആളുകൾ മാത്രമാണ്. ഈ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്തവർ പലപ്പോഴും ഈ അധ്യാപനങ്ങളെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. എതിർപ്പിൻ്റെ യഥാർത്ഥ കാരണം അധ്യാപനങ്ങളിലെ തെറ്റല്ല, മറിച്ച് അത് പിന്തുടരാനുള്ള മടിയും സ്വന്തം താല്പര്യങ്ങൾക്കും സുഖസൗകര്യങ്ങൾക്കും തടസ്സം നിൽക്കുമോ എന്ന ഭയവുമാണ് എതിർപ്പിന് പിന്നിൽ. പ്രവാചകന്മാരുടെ കാലഘട്ടം കഴിഞ്ഞാൽ അവരുടെ മാനവികമായ അധ്യാപനങ്ങളെ എല്ലാ ജനവിഭാഗങ്ങളും ഒരുപോലെ പ്രശംസിക്കാറുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ ആയത്തിൽ പറയുന്നത് പോലെ ബഗിയം വ ബൈനഹും, അതായത് അവർക്കിടയിലുള്ള അസൂയ കാരണം എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നത് ഭിന്നിപ്പിൻ്റെ യഥാർത്ഥ കാരണം പ്രവാചകനോ വേദഗ്രന്ഥമോ അല്ല എന്നാണ്. പ്രവാചകൻ വരുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന മത്സരബുദ്ധിയും പരസ്പര ശത്രുതയുമാണ് എതിർപ്പിനടിസ്ഥാനം. ഞങ്ങൾ എങ്ങനെ ഇദ്ദേഹത്തെ അംഗീകരിക്കും? ശത്രുക്കൾ അംഗീകരിച്ച ഒരാളെ ഞങ്ങൾ പിന്തുടർന്നാൽ ഞങ്ങൾ ചെറുതാകില്ലേ? തുടങ്ങിയ ചിന്താഗതികളാണ് ജനങ്ങളെ നയിക്കുന്നത്. അധ്യാപനത്തിൻ്റെ സത്യസന്ധത നോക്കുന്നതിന് പകരം തങ്ങളുടെ വിരോധികളായ വിഭാഗത്തെ പ്രവാചകൻ ഏതെങ്കിലും കാര്യത്തിൽ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് നോക്കി വിട്ടുനിൽക്കുകയാണ് പലരും ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഹനഫികൾ പറയുന്നു, ഹസ്രത്ത് മസീമോദ് അലൈഹിസ്സലാം വഹാബികളുടെ ചില കാര്യങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്, അതിനാൽ ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കില്ല എന്ന് പറയുന്നു. അതുപോലെ വഹാബികൾ പറയുന്നു, അദ്ദേഹം ഹനഫികളുടെ ചില കാര്യങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്, അതിനാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാനാവില്ല എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ഒരു പ്രവാചകനെ നിഷേധിക്കാനുള്ള യഥാർത്ഥ കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന ആ ശത്രുതയാണ്. യാഥാർത്ഥ്യമെന്തെന്നാൽ ഒരു പ്രവാചകൻ വന്നതിനു ശേഷം അള്ളാഹുവിനെ അംഗീകരിക്കുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങളിൽ ഉദയം ചെയ്യുന്നു. കാഴ്ചയിൽ പ്രവാചകൻ്റെ വരവ് പുതിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയതായി തോന്നാമെങ്കിലും ആത്മീയ ദൃഷ്ടിയിലുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകൻ്റെ വരവോടെ ഭിന്നിപ്പിൻ്റെ ശക്തി കുറയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന്. കാരണം അള്ളാഹുവിൽ നിന്ന് അകന്നു കഴിയുന്നവരുടെ എണ്ണം കുറയുകയും ഏകനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ ജനവിഭാഗം രൂപപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഈ ആയത്തിൽ ഫഹദല്ലാഹുല്ലസീന ആമനു, അതായത് അള്ളാഹു തൻ്റെ കൽപ്പന പ്രകാരം വിശ്വസിച്ചവരെ നയിച്ചു എന്ന ഭാഗത്തിൽ ഒരു ചോദ്യം ഉയരാൻ സാധ്യതയുണ്ട്. അതായത് അവർ നേരത്തെ തന്നെ വിശ്വാസികളായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു ഫഹദല്ലാഹു, അതായത് അള്ളാഹു വിശ്വാസികളെ നേർവഴി കാണിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് മറുപടിയായിട്ട് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പഴയൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിലവിലുള്ള പേര് ഉപയോഗിച്ച് പരാമർശിക്കുന്നത് പതിവാണ്. ഉദാഹരണത്തിന് ഒരാൾ പണ്ഡിതനോ രാജാവോ ആകുന്നതിന് മുമ്പുള്ള കാലത്തെക്കുറിച്ച് പറയുമ്പോഴും നാം അവരെ ആ പണ്ഡിതൻ എന്നോ അല്ലെങ്കിൽ ആ രാജാവെന്നോ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ അവർ ജനിക്കുമ്പോൾ തന്നെ രാജാവോ പണ്ഡിതനോ ആയിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും വിശ്വാസികളിൽ ഒരിക്കലും അവിശ്വാസം ആരോപിക്കപ്പെടാതിരിക്കാനും അവരുടെ പദവി ഉയർത്തിക്കാട്ടാനും വേണ്ടിയാണ് ഈ പ്രയോഗം അള്ളാഹു ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെ ഫഹദല്ലാഹുല്ലസീന ആമനു ലിമഖ്തലഫു ഫീഹി മിനൽ ഹഖ്ഖി ബിഇദ്നിഹി, അതായത് അങ്ങനെ അള്ളാഹു തൻ്റെ അനുമതിയോടെ വിശ്വാസികൾക്ക് അവർ ഭിന്നിച്ച സത്യത്തിലേക്ക് നേർവഴി കാണിച്ചു എന്ന ഈ ഭാഗത്ത് മറ്റൊരു സുപ്രധാന കാര്യം കൂടിയുണ്ട്. ജനങ്ങൾ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെ എതിർത്തപ്പോൾ അള്ളാഹു തൻ്റെ പ്രവാചകൻ മുഖേന ആ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ വിശ്വാസികൾക്ക് അനുകൂലമായി നിറവേറ്റിക്കൊടുത്തു. അതായത് സത്യനിഷേധികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അനുഗ്രഹങ്ങളും വിജയങ്ങളും വിശ്വാസികൾക്ക് നൽകപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വരുന്നു, ഓരോ വ്യക്തിക്കും സ്വർഗത്തിലും നരകത്തിലും ഓരോ ഇടമുണ്ട്.
അതായത് സത്യവിശ്വാസികൾ അവിശ്വാസികളുടെ സ്വർഗത്തിലെ ഓഹരി കൂടി കൈവശപ്പെടുത്തും. സത്യനിഷേധികൾ വിശ്വാസികളുടെ നരകത്തിലെ ഓഹരിയും. സത്യനിഷേധികൾ യാതൊരു കാരണവുമില്ലാതെ വേദഗ്രന്ഥത്തെ എതിർക്കുകയും വിശ്വാസികളെ ഉപദ്രവിക്കുകയും ചെയ്തതിനാൽ ആ ജനതയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന ആ പദവികളും അള്ളാഹു വിശ്വാസികൾക്ക് നൽകാൻ ഉത്തരവിട്ടു. അങ്ങനെ ആ ചെറിയ വിഭാഗം സത്യവിശ്വാസികൾ വലിയ വിജയങ്ങൾ കൈവരിക്കുകയും അക്രമികളായ മറ്റുള്ളവർ ആ അനുഗ്രഹങ്ങളിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഇതോടുകൂടി ഈ ആയത്തിൻ്റെ തഫ്സീർ അവസാനിക്കുകയാണ്. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.